നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയപ്പോൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹോട്ടലിൽ കയറിയത്. ഒരു ചായ ഒരു സ്നാക്കും കഴിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്ന നമ്മൾ അവസാനം ഒരു ഏകദേശം 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ആണ് അവിടെ നിന്ന് തിരിച്ചു പോയത്. കാരണം വേറൊന്നുമല്ല, നമ്മളവിടെ ചെന്നപ്പോഴാണ് ഇതൊരു ബീച്ച് ഹോട്ടലാണെന്നുള്ള കാര്യം മനസ്സിലായത്. പക്ഷേ തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതുപോലെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. നമ്മളവിടെ നിന്ന് ചായ ഓർഡർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പുറമോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൊണ്ടുപോയി സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നല്ല രീതിയിൽ തന്നെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കുറേ ഒരു അറ്റ് എ ടൈം ഒരു 10-200 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ആംബിയൻസ് അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയൊരു പാർക്കുണ്ട്, പിന്നെ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ അവിടെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി അവസാനം അവിടുന്ന് ഫുഡും കഴിച്ച് അവിടുന്ന് ഏകദേശം കുറേ നേരം 1.5 മണിക്കൂർ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടുത്തെ പാർക്കിലെല്ലാം കയറിയിട്ടൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. നമ്മുടെ കൊല്ലത്ത് പോകുമ്പോൾ നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്ന ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സ്ഥലത്തിപ്പം തിരക്ക് കുറവ്. നമ്മളിന്നിപ്പോൾ അധികം ആൾക്കാരില്ല, പിന്നെ കുറേ പാർസലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്ന ആൾക്കാർ. എനിക്കൊന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇവിടെ അത്യാവശ്യം തിരക്കാവുമെന്ന് തോന്നുന്നു. ഫുഡായാലും നമ്മൾ ഓർഡർ ചെയ്ത് നൂഡിൽസും ഷവായും പിന്നെ ചായ പഴംപൊരി കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യമുള്ള എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളകത്ത് കയറിയപ്പോഴാണ് കുറേ വെറൈറ്റി മീനൊക്കെ ഇങ്ങനെ ഒരു മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം അവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ആയാലും കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്, പിന്നെ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങിക്കാനുള്ള സംവിധാനമുണ്ട്. അവിടെ പിന്നെ കടലിൻ്റെ ഭിത്തി കെട്ടിയേക്കുവാണ്. എനിക്കൊന്ന് അത്യാവശ്യം കടൽക്ഷോഭമുള്ള ഏരിയയാണ്, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ എല്ലാം നിന്ന് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ചെറിയൊരു പാർട്ടി നടത്താനായാലും വലിയൊരു ഫംഗ്ഷൻ നടത്താനായാലും അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്, അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ശരിക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു അത്രയും ഒരു മനോഹരമായിട്ട് അതിൻ്റെ സീറ്റിങ്ങും എല്ലാം തന്നെ സെറ്റ് ചെയ്ത് ഇത് കൂടാതെ നമുക്ക് അകത്ത് റെസ്റ്റോറൻറ്റിനകത്തിരുന്ന് കഴിക്കാമല്ലോ എന്നുണ്ടെങ്കിൽ സൈഡിൽ വേറെ 2-3 ടൈപ്പ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. എനിക്കൊന്ന് ഹട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വലിയൊരു പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഹൈവേയുടെ പണി കൊണ്ടായിരിക്കണം ഈ ഒരു ഹോട്ടലിലൊന്നും ഇപ്പോൾ അധികം ആൾക്കാരില്ല. നേരത്തെയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ അവർ പറഞ്ഞ വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം ആൾക്കാർ എത്താറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഈ ഒരു റൂട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ ഇതിങ്ങനെ ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിള്ളേർക്ക് ഇങ്ങനെ കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നൊരു പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് തോന്നുന്നു. ശിവ ബീച്ച് ഹോട്ടൽ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എന്തായാലും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു കുറച്ച് ടൈമാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത്.